ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ സാറ്റലൈറ്റ് വ്യൂ അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സെൻറ്റിനൽ ഹബ്ബ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വ്യൂയിലൂടെ എത്രത്തോളം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മെഷർമെൻറ്റിലൂടെ തന്നെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വർക്ക് അപ്ഡേഷൻ എല്ലാ ആഴ്ചയും ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ മെഷർമെൻറ്റ്. എത്രത്തോളം വർക്ക് പൂർത്തിയായിട്ടുണ്ടെന്ന് നമുക്ക് ഈ മെഷർമെൻറ്റിലൂടെ മനസ്സിലാക്കാം. ഞാൻ ഡേറ്റ് കാണിച്ചു തരാം. 12/5/2024, അതായത് 3 ദിവസം മുന്നേയുള്ള അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും അപ്ഡേഷൻ സ്റ്റാറ്റസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷനിലേക്ക് പോകാം. ഇങ്ങനെയാണ് ബ്രേക്ക് വാട്ടറിൻ്റെ മെഷർമെൻറ്റിലേക്ക് പോകുന്നത്. ഈ 3 വർക്കും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ബെർത്ത്, ബ്രേക്ക് വാട്ടർ, യാർഡ് എക്സ്റ്റൻഷൻ, ഇതിൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ സ്റ്റോൺ നമ്മുടെ കടലിലേക്ക് ഫില്ല് ചെയ്തിട്ടുള്ളത് ബ്രേക്ക് വാട്ടറിന് തന്നെയാണ്. ലക്ഷക്കണക്കിന് ടൺ നാച്ചുറൽ സ്റ്റോണാണ് നമുക്ക് ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ട് വന്നത്. ആ വർക്കുകളെല്ലാം ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് മെഷർമെൻറ്റ് സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് 2960 മീറ്റർ, അതായത് ഫസ്റ്റ് ഫേസിൽ നമുക്ക് ആവശ്യമായി വരുന്നത് 2960 മീറ്ററാണ്. അത് നേരത്തെ തന്നെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി മെഷർമെൻറ്റ് എടുക്കാൻ കാരണം, കഴിഞ്ഞ മെഷർമെൻറ്റ് എടുത്തപ്പോഴത്തേക്കും വളരെ കൂടുതൽ ഫോഗ് ഉണ്ടായിരുന്നു, അറിയാൻ സാധിച്ചില്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് കിട്ടുന്ന ഒരു വ്യൂ ആണ് ഈ ഒരു വ്യൂ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി മെഷർമെൻറ്റ് എടുത്ത് 2960 മീറ്ററാണ് ഫസ്റ്റ് ഫേസിൽ നമുക്ക് ആവശ്യമായി വന്നത്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നടക്കുന്ന വർക്കുകൾ, നമ്മൾ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എല്ലാ സ്ഥലത്തും, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡ് പോയിന്റ് വരെ എല്ലാം ഒരേ രീതിയിലേക്ക്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് സൈസാണ് കേട്ടോ, ഇതെല്ലാം ഒരേ രീതിയിലേക്ക് വന്നിരിക്കുന്നു. നമ്മൾ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ തന്നെ സെൻട്രൽ കൂടി 10 മീറ്റർ വീതിയുള്ള റോഡുണ്ട്. പക്ഷേ ഇത് സാറ്റലൈറ്റ് വ്യൂ ആയ കാരണം കുറച്ച് പരിമിതികളുണ്ട്. ഇത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടില്ല. 10 മീറ്റർ നീളത്തിൽ റോഡുണ്ട്. അതുമാത്രമല്ല, നമുക്ക് വളരെ ദൂരെയായിട്ട്, അതായത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇത് ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനാണ്. ഈ എൻഡ് പോർഷനിൽ വൈറ്റ് കളറിൽ കാണുന്നത് ആക്രോപോഡ് ഈ സൈഡിലേക്ക് ഫില്ല് ചെയ്ത് വരുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് നമ്മൾ കണ്ടിരുന്നു ഈ പോർഷനിൽ ആക്രോപോഡ് ഫില്ല് ചെയ്തിട്ടുള്ളത്. കാണാത്തവർ ദയവായി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആക്രോപോഡ് ഫില്ല് ചെയ്തതിൻ്റെ വർക്കുകളെല്ലാം ഏതാണ്ട് 99% കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി ഇതിൻ്റെ സെൻട്രൽ അകത്തൂടെ, അതായത് നമ്മൾ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ അകത്തൂടെ 10 മീറ്റർ വീതിയുള്ള റോഡ്, ആ വർക്കുകളാണ് നമ്മുടെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഡേ നൈറ്റ് നടക്കുന്നത്. ആ വർക്കും വളരെ വേഗം തന്നെ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് 100% കംപ്ലീറ്റ് ആവുന്നതാണ്. ഇനി നമുക്കറിയേണ്ടത് പോർട്ടിലെ രണ്ടാമത്തെ വർക്കായ നമുക്ക് ബെർത്തിൻ്റെ വർക്ക് അപ്ഡേഷനിലേക്ക് പോകാം. പോർട്ടിലെ ഏറ്റവും വലിയ വർക്കിൽ രണ്ടാമത്തെ വർക്കായ ബെർത്തിൻ്റെ വർക്കിലേക്ക് നമുക്ക് പോകാം. പോകുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ, സാറ്റലൈറ്റിൽ നിന്നൂടെ ആയാൽ തന്നെ നമുക്ക് 6 STS ക്രൈറ്റ് ബെർത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് ബെർത്തിൻ്റെ ടോട്ടൽ ലെന്ത് നമുക്ക് നോക്കാം. 804 മീറ്ററാണ് കാണിക്കുന്നത്. പ്ലസ് ഓർ മൈനസ് ചെറിയൊരു വേരിയേഷൻ വരും. ഫസ്റ്റ് ഫേസിൽ ആവശ്യം 800 മീറ്ററാണ്. അതിൽ എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മെഷർമെൻറ്റിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. ടോട്ടൽ എത്ര മീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാ 772 മീറ്ററാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് 772 മീറ്ററാണ്. പ്ലസ് ഓർ മൈനസ് ചെറിയ വേരിയേഷൻ വരുള്ളൂ. എന്നാലും മാക്സിമം 30 മീറ്ററാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബെർത്തിൻ്റെ പോർഷൻ 30 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 800 മീറ്ററാവും ഫസ്റ്റ് ഫേസിലേക്കുള്ള വർക്കുകൾക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതായത് 98% ബെർത്തിൻ്റെ പണികൾ, അല്ലെങ്കിൽ 99% എന്ന് പറയേണ്ടി വരും, ബെർത്തിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ മെഷർമെൻറ്റ്, ഈ കംപ്ലീറ്റ് ചെയ്യാത്ത പോർഷനിലെ മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. ഇത്രയും പോർഷൻ ഉണ്ടോ, 34 മീറ്റർ വർക്ക് പോർഷനാണ് നമുക്കിനി ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്കറിയേണ്ടത് യാർഡ് എക്സ്റ്റൻഷനാണ്. നമുക്ക് ബെർത്തിൽ നിന്നും യാർഡിലേക്ക് ഒരു നാച്ചുറൽ സ്റ്റോൺ പോലെ അല്ലെങ്കിൽ ബാരക്കേഡ് പോലെ കിട്ടുന്ന ഒരു വർക്ക് ഉണ്ടായിരുന്നു. ഏതാണ്ട് 130 മീറ്ററാണ്. ആ വർക്കുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, നിരയായിട്ട് ലോറികൾ നാച്ചുറൽ സ്റ്റോണുമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടെന്ന്. ആ വർക്കുകൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയി നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, 130 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആ വർക്കും വളരെ ഫാസ്റ്റായിട്ട് നടക്കുവാണ്. ഈ യാർഡിൻ്റെ വർക്കുകൾ, അതായത് നമുക്ക് കാണുന്നത് പോലെ ഈ ചുവന്ന നിറത്തിൽ കാണുന്നത് ട്രഡ്ജിങ്ങിന് ഉപയോഗിക്കുന്ന ട്രഡ്ജർ മെഷീൻ്റെ ഔട്ട്പുട്ട് ഓസാണ് നമ്മൾ ഈ കാണുന്ന. സാറ്റലൈറ്റ് വ്യൂ നോക്കിയാലും നമുക്ക് വ്യക്തമായിട്ട്
കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുമാത്രമല്ല നമ്മുടെ വീഡിയോയിൽ ധാരാളം വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ ഈ ട്രെജർ ഹൗസിൻ്റെ സൈസ് നമ്മൾ അടുത്ത് നിന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. നമുക്കിനി ഡ്രഡ്ജ് ചെയ്ത നാച്ചുറൽ സാൻഡ് നമുക്കിനി യാർഡ് എക്സ്റ്റൻഷൻ ആവശ്യമില്ല, കാരണം യാർഡ് എക്സ്റ്റൻഷൻ ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സാൻഡ് ഫില്ലായിരിക്കുന്നു. ഇനി ഈ നാച്ചുറൽ സാൻഡിലെ വാട്ടർ കണ്ടൻറ്റ് അബ്സോർവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോലെ ഇൻ്റർലോക്ക് ഇട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് യാർഡിൻ്റെ വർക്കുകൾ. അപ്പോൾ ഈ പറയുന്ന ബെർത്ത്, യാർഡ്, ബ്രേക്ക് വാട്ടർ, ഈ 3 വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് ഇതിന് പോകുന്നത്. ഈ വർക്കുകളെല്ലാം 98-9% ഏതാണ്ട് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ 100%ലേക്ക് ഈ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് മാറും. കാരണം ഡേ നൈറ്റാണ് വർക്കുകളെല്ലാം നടക്കുന്നത്. ഇനി നമുക്കറിയേണ്ട ഫസ്റ്റ് ഫേസിൽ കണക്ടിവിറ്റിയാണ് അറിയേണ്ടത്. ഈ കണക്ടിവിറ്റിയിൽ പെടുന്നതാണ് NH66 പോർട്ട് കണക്ടിവിറ്റി ഉണ്ടെന്ന് പറയുണ്ടായി. അങ്ങനെയാണെങ്കിൽ NH66 കണക്ടിവിറ്റി റോഡിൻ്റെ ലെന്ത് നമുക്ക് നോക്കാം. നമുക്ക് പോർട്ടിൻ്റെ ഇതാണ് എൻട്രൻസ് ഗേറ്റ്. ഇവിടെ നമുക്ക് NH66 വരെ എത്ര കിലോമീറ്റർ ആണെന്ന് നമുക്ക് ചെറിയൊരു മെഷർമെൻറ്റിലൂടെ മനസ്സിലാക്കാം. ഏതാണ്ട് 1870 മീറ്ററാണ് നമ്മുടെ പോർട്ടും NH66 തമ്മിലുള്ള കണക്ടിവിറ്റി റോഡിൻ്റെ ഏതാണ്ട് മെഷർമെൻറ്റ്. 2 കിലോമീറ്ററിനടുത്താണ് മെഷർമെൻറ്റ് വരുന്നത്. അതിൽ ഇനി എത്ര മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നാണ് അറിയാനുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 250 മീറ്റർ, 254 മീറ്ററാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ പോർഷനും വർക്ക് NH66 ഫസ്റ്റ് ഫേസിലെ കണക്ഷൻ റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അടുത്ത് നമുക്കറിയേണ്ടത് ഇതേപോലെ STS ക്രെയിനും യാർഡ് ക്രെയിനുമുള്ളതുമായിട്ട് പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഷെൻഹുവ 34ൻ്റെ കറണ്ട് സ്റ്റാറ്റസാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ആ സ്റ്റാറ്റസിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നതാണ് ഷെൻഹുവ 34, അതായത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 34ൻ്റെ സ്റ്റാറ്റസിലേക്കാണ് പോകുന്നത്. ഈ ഷിപ്പ് ഇപ്പോൾ പോർട്ടിൻ്റെ പുറത്താണുള്ളത്. നമുക്ക് സ്റ്റാറ്റസിലേക്ക് പോകാം. സ്റ്റാറ്റസ് സ്റ്റോപ്പഡാണ് കാണിക്കുന്നത്. എക്സ്പെക്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് 16/5/2024 3:30 PM ആണ്. അത് ഞാൻ ഇൻഫോം റിസീവ് ചെയ്യുന്നത് 15/5/2024 7:03 PM ആണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ക്രെയിനുകളെല്ലാം ഷിപ്പിലേറ്റി വരുന്നത് നമ്മുടെ ചൈനയിലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിലെ ഈ പോർട്ടിൽ നിന്നാണ് വരുന്നത്. ഇതാണ് ആ പോർട്ട്. ഞാൻ പലപ്പോഴായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് റിപ്പീറ്റ് കാണിക്കുന്നത്. ഈ പോർട്ടിൽ, ചാൻസിങ് ഐലൻഡിലെ പോർട്ടിൽ നിന്നാണ് നമ്മുടെ ഷെൻഹുവ സീരീസിലെ കപ്പലുകളെല്ലാം ക്രെയിനുമായിട്ട് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. ഈ നീല കളറിലുള്ള ക്രെയിനുകളാണ് ധാരാളമായിട്ട്, അല്ലെങ്കിൽ മൊത്തവും നീല കളർ തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലുള്ളത്. നമ്മുടെ ക്രെയിൻ ലോഡ് ചെയ്തതിന് ശേഷം ഷിപ്പ് നമ്മുടെ പോർട്ടിൻ്റെ പുറത്തെത്തിയതിന് ശേഷം ഈ പറയുന്ന ഈസ്റ്റ് ചൈന സീ വഴി, തായ്വാൻ വഴി സൗത്ത് ചൈന സീയിലെത്തി അവിടെ നിന്നും വിയറ്റ്നാം പിന്നിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ സിംഗപ്പൂർ, മലേഷ്യ, ഇവിടെ ഒരു മലാക്ക കടലിടുക്കുണ്ട്. ഇതാ നമുക്ക് മലാക്ക കടലിൽ കാണാൻ സാധിക്കും. അതുവഴി നേരെ ആൻഡമാൻ സീയിലെത്തിയ ശേഷം അവിടെ നിന്ന് നേരെ ബേ ഓഫ് ബംഗാളിൽ കയറി ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടിയാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഷിപ്പുകളെല്ലാം വരുന്നത്. ആ സീരീസിൽപ്പെട്ട അവസാനത്തെ ഷിപ്പ്, അത് അവസാന ഷിപ്പ് എന്ന് പറയാൻ കാരണം ഫസ്റ്റ് ഫേസിൽ ആവശ്യമായിട്ടുള്ള ക്രെയിനുമായിട്ടായിരിക്കും വന്നിട്ടുള്ളത്. നമുക്ക് ക്രെയിൻ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ ഈ ഷിപ്പിൽ വരേണ്ട ക്രെയിന് 3 യാർഡ് ക്രെയിനുകൾ, അതായത് കാൻഡിലിവർ റെയിൻമോണ്ട് ഗ്രാൻഡി ക്രെയിനും 2 STS ക്രെയിനുമാണ് നമുക്കിനി പോർട്ടിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതായത് ടോട്ടൽ 32 ക്രെയിനുകളാണ്. അതിൽ 8 STS ക്രെയിനും 24 യാർഡ് ക്രെയിനുകളും അങ്ങനെയാണ് വരുന്നത്. അതായത് ഒരു STS ക്രെയിന് വർക്ക് ചെയ്യുമ്പോൾ സപ്പോർട്ടിംഗ് ആയിട്ട് 3 യാർഡ് ക്രെയിനുകളാണ്. അങ്ങനെ 8 STS ക്രെയിന് 24 യാർഡ് ക്രെയിനുകളുമാണ് ഇവർ ഈ നമ്മുടെ പോർട്ടിൽ നിന്ന് കിട്ടിയ കണക്കനുസരിച്ച് റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫേസിൽ 32 ക്രെയിനുകളാണ്. അതിലിനി 5 ക്രെയിനുകളാണ് വരാനുള്ളത്. 2 STS ക്രെയിനും 3 യാർഡ് ക്രെയിനും. ഈ ഷിപ്പിൽ 5 ക്രെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നാളെ കാണുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നാളെ ഈ നമ്മുടെ ഷിപ്പ് ഷെൻഹുവ 34 പോർട്ടിനകത്ത് പ്രവേശിക്കുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ
ഞാനിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ്റെ ആദ്യമായിട്ട് എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.